എല്ലാവർക്കും നമസ്കാരം. പഞ്ചതന്ത്രം മിത്രഭേദത്തിലെ 13ാമത്തെ കഥയാണ് ഞാനിന്ന് നിങ്ങൾക്കായി പറയുന്നത്. ദമനകന് സഞ്ജീവകൻ പറഞ്ഞു കൊടുക്കുന്ന കഥയാണിത്. അരയന്നത്തിന് സംഭവിച്ചത് എന്നാണ് കഥയുടെ പേര്. ഒരു കാട്ടിൽ വലിയൊരു തടാകമുണ്ടായിരുന്നു. അതിൽ സുന്ദരനായ ഒരു അരയന്നം താമസിച്ചിരുന്നു. ഒരു ദിവസം ആ തടാകത്തിൽ ഒരു മൂങ്ങയെത്തി. മൂങ്ങയെ കണ്ടപ്പോൾ അരയന്നത്തിന് വലിയ സന്തോഷമായി. കാരണം അരയന്നത്തിന് അവിടെ വേറെ കൂട്ടുകാരും തന്നെ ഉണ്ടായിരുന്നില്ല. അരയന്നം മൂങ്ങയോട് പറഞ്ഞു, അല്ലയോ മൂങ്ങേ, താങ്കൾ എന്നോടൊപ്പം കുറച്ച് നാൾ ഇവിടെ താമസിക്കാമോ? എനിക്കിവിടെ വേറെ കൂട്ടുകാരും തന്നെയില്ല. മൂങ്ങ സന്തോഷത്തോടുകൂടി അരയന്നത്തിൻ്റെ ക്ഷണം സ്വീകരിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും നല്ല ചങ്ങാതിമാരായി ആ തടാകത്തിലും പരിസരങ്ങളിലുമായി കഴിഞ്ഞുകൂടി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മൂങ്ങ തൻ്റെ താമസ സ്ഥലത്തേക്ക് മടങ്ങുവാനായി ഒരുങ്ങി. പോകുന്നതിന് മുമ്പ് മൂങ്ങ പറഞ്ഞു, അല്ലയോ അരയന്നമേ, അങ്ങ് ദൂരെയാണ് ഞാൻ താമസിക്കുന്ന കാട്. എപ്പോഴെങ്കിലും നിനക്ക് അവസരം കിട്ടുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരണം. എൻ്റെ അതിഥിയായി സന്തോഷത്തോടു കൂടി കുറച്ച് നാൾ നിനക്ക് അവിടെ താമസിക്കാം. അരയന്നം സമ്മതിച്ചു. അങ്ങനെ മൂങ്ങ ദൂരേക്ക് പറന്നു പോവുകയും ചെയ്തു. കുറേ നാളുകൾ കഴിഞ്ഞു. ഒരിക്കൽ അരയന്നം വിചാരിച്ചു, ഈ തടാകത്തിലെ ജീവിതം മടുത്തു. എന്നും ഒരേ കാഴ്ചകൾ, ഒരേ ജീവിതം. പുതിയ നാടുകളിൽ പോയി പുതിയ ആളുകളുമായി പരിചയപ്പെടണം. അപ്പോഴാണ് പെട്ടെന്ന് അരയന്നത്തിന് പഴയ ചങ്ങാതിയായ മൂങ്ങയെ ഓർമ്മ വന്നത്. മൂങ്ങ തന്നെ തൻ്റെ നാട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നുവല്ലോ. എന്നാൽ ശരി, മൂങ്ങയുടെ വീട് വരെ ഒന്ന് പോയി വരാമെന്ന് തീരുമാനിച്ച് അരയന്നം അവിടേക്ക് യാത്ര പുറപ്പെട്ടു. കുറേ ദൂരം പിന്നിട്ടപ്പോൾ മൂങ്ങ പറഞ്ഞ സ്ഥലത്തേക്ക് അരയന്നം എത്തിച്ചേർന്നു. എന്നാൽ അവിടെ എല്ലാം തെരഞ്ഞെങ്കിലും മൂങ്ങയെ കണ്ടെത്താൻ അരയന്നത്തിന് കഴിഞ്ഞില്ല. ഒടുവിൽ ഒരു മരപ്പൊത്തിൽ ഉറക്കം തൂങ്ങിയിരിക്കുന്ന മൂങ്ങയെ അരയന്നം കണ്ടുപിടിച്ചു. അവൻ മൂങ്ങയുടെ അടുത്തെത്തിയിട്ട് ഉറക്കെ വിളിച്ചു, ചങ്ങാതി, ഞാൻ അരയന്നമാണ്. താങ്കളുടെ ക്ഷണം സ്വീകരിച്ച് ഇതാ ഞാൻ വന്നിരിക്കുന്നു. വേഗം പുറത്തു വരൂ. എന്നാൽ മൂങ്ങയ്ക്കാകട്ടെ ഒന്ന് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. മൂങ്ങ പറഞ്ഞു, സുഹൃത്തേ, എനിക്ക് പകൽ കണ്ണിന് കാഴ്ചയില്ലെന്ന് നിനക്കറിയില്ലേ? നേരം ഇരുട്ടിയാലേ എനിക്ക് താങ്കളെ കാണാൻ പറ്റൂ. അപ്പോൾ ഞാൻ പുറത്തേക്ക് വരാം. മൂങ്ങ പുറത്തേക്ക് വരുന്നതും കാത്ത് അരയന്നം ഇങ്ങനെ ഇരുന്നു. രാത്രിയായപ്പോൾ മൂങ്ങ പൊത്തിൽ നിന്നും പുറത്തേക്ക് വന്നു. അരയന്നത്തിൻ്റെ അടുത്തെത്തി വിശേഷങ്ങൾ ചോദിച്ചു തുടങ്ങി. പക്ഷേ യാത്രാക്ഷീണം കൊണ്ട് അരയന്നം തളർന്നുറങ്ങിപ്പോയി. എന്നാൽ ആ പ്രദേശത്ത് ഒരു സംഘം നാടോടികൾ താവളമടിച്ചിട്ടുണ്ടായിരുന്നു. നേരം പുലർന്നപ്പോൾ നാടോടി സംഘം യാത്ര പുറപ്പെടുവാനൊരുങ്ങി. അതിൻ്റെ സൂചനയായി അവരുടെ തലവൻ ഒരു ശംഖൂതി. ശംഖനാദം കേട്ട് മൂങ്ങ കണ്ണു തുറന്നു. മറ്റൊരു മൂങ്ങയുടെ മൂളലാവുമെന്ന് കരുതി അവൻ ഉടനെ തന്നെ എന്ന് പറഞ്ഞ് തിരിച്ചു മൂളി. എന്നിട്ട് പറന്ന് തൻ്റെ പൊത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. അരയന്നമാകട്ടെ ഇതൊന്നും അറിഞ്ഞതുപോലുമില്ല. നല്ല ഉറക്കായിരുന്നു. നാടോടി സംഘത്തിൻ്റെ തലവൻ മൂങ്ങയുടെ മൂളൽ താഴെ നിന്നും കേട്ടു. ഹോ, നാശം, അപശകുനം, നാശം പിടിച്ച ആ മൂങ്ങയെ ഉടൻ കൊന്നുകളയണം, അയാൾ ഒപ്പമുള്ള ഒരു വില്ലാളിയോട് പറഞ്ഞു. തലവൻ പറഞ്ഞത് കേട്ട് വില്ലാളി എന്തു ചെയ്തെന്നോ, വേഗം തന്നെ തൻ്റെ അമ്പും വില്ലുമെല്ലാം എടുത്ത് മൂങ്ങയുടെ ശബ്ദം കേട്ട ദിക്കിലേക്ക് ലക്ഷ്യമാക്കി ഒരു അമ്പയച്ചു. അടുത്ത നിമിഷം അമ്പ് ഉറങ്ങിയിരുന്ന അരയന്നത്തിൻ്റെ ശരീരത്തിൽ വന്നു തറച്ചു. അവൻ്റെ കഥയും കഴിഞ്ഞു. മൂങ്ങ പൊത്തിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ മൂങ്ങയ്ക്ക് യാതൊരു അപകടവും സംഭവിച്ചില്ല. അപ്പോൾ ഇത് പറഞ്ഞിട്ട് പറയാണ് സഞ്ജീവകൻ, അതാണ് ഞാൻ പറഞ്ഞത്, ചീത്ത കൂട്ടുകെട്ട് അപകടം വരുത്തി വയ്ക്കുമെന്ന്. വെറും പുല്ല് തിന്ന് നടക്കുന്ന കാളയായ ഞാൻ ഈ മാംസബുക്കായ സിംഹവുമായി അടുത്തത് തന്നെ തെറ്റായിപ്പോയി. അതിനുശേഷം സഞ്ജീവകൻ പറയാണ്, പണ്ഡിതന്മാരായാലും നീചന്മാരായാലും കൗശലം കൊണ്ട് ജീവിക്കുന്നവർ തമ്മിൽ ഒരു കാര്യത്തിൽ മാത്രം യാതൊരു വ്യത്യാസവുമില്ല. നല്ലത് ചെയ്യുന്ന അതേ വേഗതയിൽ തന്നെ അവർ തെറ്റുകളും ചെയ്യും. ഒട്ടകത്തിൻ്റെയും കാക്കയുടെയും കഥ നീ കേട്ടിട്ടില്ലേ എന്ന് ദമനകനോട് ചോദിക്കും. അപ്പോൾ ദമനകൻ ചോദിക്കുക, അതേതാണ് ഈ ഒട്ടകത്തിൻ്റെയും കാക്കയുടെയും കഥ? സഞ്ജീവകൻ ആ കഥ പറയുവാൻ ആരംഭിച്ചു. ആ കഥ നമുക്ക് അടുത്ത ആഴ്ച കേൾക്കാം. എല്ലാവർക്കും നന്ദി.